Hey guys, നമ്മളിന്ന് വന്നേക്കുന്നത് ടി വി എസിൻ്റെ ഏറ്റവും പുതിയ എൻഡോർക്ക് 150 ആയിട്ടാണ്. ടി വി എസ് ഇറക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണിത്. നമ്മൾ ഇന്ന് ഇവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അടിപൊളിയാണ് വണ്ടി കാണാനായിട്ട്. പഴയ ആ ഒരു എൻഡോർക്കിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബാക്ക് സൈഡിൽ നിന്ന് മാത്രം നമുക്കൊരു പഴയ ഒരു എൻഡോർക്കിനെ ഓർമ്മ വരുള്ളൂ. ബാക്കി ഒരു സ്ഥലത്തും ആ ഒരു എൻഡോർക്കുമായിട്ട് യാതൊരുവിധ സാമ്യമില്ല. ഇവിടെ നോക്കിയാൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കാണുന്നത്. ഹൈ ബീം ലോ ബീമും അവിടെ തന്നെ ഉണ്ട്. ടി വി എസിൻ്റെ ഒരു കുതിര ചാടുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്കിലാണ് ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. റേസിംഗ് റെഡ് എന്നാണ് ഈ കളറിന് പറഞ്ഞത്. ഇതൊരു 3 ടൈപ്പ് കളറുണ്ട് കേട്ടോ. ടൈപ്പ് കളറൊക്കെ നമുക്ക് എന്തായാലും ബാലൻസ് ബാക്കി പറയാൻ പറയാം. ഇവിടെ എൻഡോർക്ക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സൂപ്പർ ബൈക്സൊക്കെ കാണുമ്പോൾ പോലെ സൂപ്പർ ബൈക്കിനകത്തൊക്കെ കാണുന്ന പോലെ ഒരു കുട്ടി വിംഗ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കോർണേഴ്സൊക്കെ എടുക്കാൻ നേരത്ത് കുറച്ചുകൂടി അത്യാവശ്യം ടോപ്പ് സ്പീഡിൽ കോർണർ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡൗൺ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്കൊരു DRL കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം കാണാനായിട്ട്. ഞാൻ നൈസായിട്ടൊന്ന് താക്കോൽ ഓണാക്കിയ DRL തെളിച്ച് കാണിച്ചു തരാം. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല വണ്ടി കാണാനായിട്ട്. ഓണായ കാണണ്ട. എൻ്റെ പാസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം കേട്ടോ. വരിയല്ലേ ഒന്നും വന്നില്ലല്ലോ. പാസ് ലൈറ്റ് ഒക്കെ വന്നു. ഇൻഡിക്കേറ്റർ ഇപ്പം ഇട്ടതാ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്കാം. കുഴപ്പമില്ല, ബാക്കി പറയാമല്ലോ. താഴത്തേക്ക് വരാനത്ത് ഇവിടെ ABS എന്നൊരു ബാഡ്ജിങ് കാണാം. സൂപ്പർ മോട്ടോ അയൻ എന്നൊരു ബാഡ്ജിങ് കൂടി അതിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അകത്ത് ഒരു 220mm ഡിസ്ക് റോട്ടർ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ ABS ആണ്. വീൽ സൈസ് നോക്കുവാണെങ്കിൽ 100/80/17 വീൽ സൈസ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൾഗാർഡിൻ്റെ മേളിലായിട്ട്. സംഭവം കാണാൻ അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല. അന്യായ ലുക്കെന്ന് വെച്ചാൽ അന്യായ ലുക്കാണ് വാഹനം കാണാനായിട്ട്. സൈഡിലേക്ക് വരാനത്ത് 150 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കളറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. അതായത് വണ്ടിയുടെ ഫുള്ള് മൂന്ന് ടൈപ്പ് ഓഫ് കളറുണ്ട്. ആ കളർ എല്ലാം കൂടി മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിനിടയ്ക്ക് നടുക്കൂടി ഒരു വൈറ്റ് ലൈനും കൊടുത്തിട്ടുണ്ട്. കാണാനായിട്ട് അടിപൊളിയാണ്. താഴത്തായിട്ട് TVS റേസിംഗ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫേക്ക് കാർബൺസ് ഫൈബറിൻ്റെ ഒരു ഫിനിഷിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു ജസ്റ്റ് ഒരു എയർ ടേക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലൊരു പീസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഫുട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്കിലേക്ക് വരാനത്ത് എൻഡോർക്ക് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു അതിനിടയ്ക്ക് ഒരു റെഡ് ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളി കേട്ടോ. ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരാനത്ത് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റാണ് നമ്മുടെ പഴയ എൻഡോർക്കിൽ നിന്നും മാറ്റം വന്നേക്കുന്നത്. ഇവിടെയായിട്ട് 2 ഇയർ ടേക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും. ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് തെളിയിച്ച് കാണിച്ചു തരാം. കാണാമല്ലോ. എനിക്ക് ആ ഫോർവേഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടാ ഭംഗിയുണ്ട് കാണാനും. ഓക്കെ അല്ലേ? ബാക്കിലെ വീൽ സൈസ് വരുന്നത് 110/80/12 പിന്നെ ഈ ഡിസ്ക് റോട്ടറിൻ്റെ സൈസ് വരുന്നത് 130. ഈ നമ്മുടെ സസ്പെൻഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പഴയ ആ ഒരു എൻഡോറിൽ നിന്ന് വ്യത്യാസപ്പെടുത്തേക്കും കുറച്ചുകൂടി സ്റ്റിഫ് ആക്കിയിട്ടുണ്ട് സസ്പെൻഷൻ. നമുക്ക് ഓടിക്കാൻ അത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ടൊരു TVS എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കവറാണ് കേട്ടോ. TVS ഒരു എൻജിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയ എൻഡോറിൽ നിന്ന് ഈ ഒരു എയർ ബോക്സിന് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എയർ ബോക്സിന്. ഇത്രയാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്ററും ഹാൻഡിലും വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കാണിച്ചു തരാം. ഇൻറ്റിഗ്രേഷൻ ആൻഡ് ക്രാഷ് അലർട്ട് ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നിരിക്കുന്ന സമയത്ത് ഈ സ്വിച്ചിൽ പിടിച്ച് നിൽക്കുവാണെങ്കിൽ എത്രയോ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതായത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കോണ്ടാക്റ്റിലേക്ക് നമുക്ക് അപകടത്തിലാണെന്ന് പറഞ്ഞുള്ളൊരു മെസ്സേജ് പോകുന്നത്. നമ്മുടെ ഈ ഒരു സ്വിച്ചിൽ ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നമ്മുടെ SOS ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇത് കണ്ടോ, SOS ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ക്രാഷ് ആയതെന്നുള്ള വിവരം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റിലേക്കൊക്കെ മെസ്സേജ് ആയിട്ട് പോകുന്നതായിരിക്കും. എമർജൻസി ബ്രേക്ക് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഡേ ആൻഡ് നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട് TFTയിൽ. പിന്നെ ഫോർവേഡ് ഇൻഡിക്കേറ്റർ അത് നമ്മുടെ ഹസാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം. എന്തായാലും ഈ ഒരു TFT ഡിസ്പ്ലേയിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പഴയ ഒരു സ്മാർട്ട് എക്സ് കണക്ടർ ഇതിനകത്ത് റിമൂവ് ചെയ്തിട്ടില്ല, ഈ ഒരു എൻഡോർക്കിലും വന്നിട്ടുണ്ട്. എന്തായാലും സംഭവങ്ങളെല്ലാം കൊള്ളാം. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡിൽ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. താക്കോലം ജസ്റ്റ് ഓഫ് ചെയ്തൊക്കെ ഇനി ബാറ്ററി ട്രെയിനായി പോകണ്ട. നമ്മളെ അപ്പാച്ചിയിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു സ്വിച്ച് സെറ്റപ്പാണ് ഇത് മൊത്തം കൊടുത്തേക്കുന്നത് കേട്ടോ. സംഭവം ഒരു സ്കൂട്ടറിനകത്ത് കാണുന്ന ആ ഒരു ഫീച്ചറേ അല്ല ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. പാസ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇത് ഫോണ് ഒരൊറ്റ സ്വിച്ചിൽ തന്നെ നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ, കിൽ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ അടിപൊളിയാട്ടോ. എല്ലാ വണ്ടിക്കും ഇതേപോലെ വന്നേരം കൊള്ളായിരുന്നു. ചില വണ്ടിക്കകത്തൊക്കെ മേളിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും പിന്നെ താഴത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഈ മേളിൽ കിൽ സ്വിച്ചും താഴത്ത് സ്റ്റാർട്ട് ചെയ്യണം കൂടി വരാനത്ത് ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഇപ്പം എന്തായാലും എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കാണാനെങ്കിലും ഒരു ഭംഗിയുണ്ട് ഇതിനകത്ത്. ഇവിടെയായിട്ട് TVS എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് താഴത്തായിട്ട് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിറ്റ് കാര്യങ്ങളൊക്കെ തൂക്കിയിടാനായിട്ട്. പിന്നെ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ബാക്ക് ബ്രേക്കും ഫ്രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് ബ്രേക്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പോലെ തന്നെ ഇതിങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. പിന്നീട് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, നേരെ പിടിക്കാൻ വിടുക, അപ്പോൾ തന്നെ റിലീസ് ആയിക്കോളും. ഇത് കുറച്ചുകൂടി നല്ലതാട്ടോ. പഴയ മോഡലിലൊക്കെ ഒരു ചെറിയൊരു ലിവറായിരുന്നു, അത് വലിച്ചു വെച്ചിട്ട് നമ്മൾ മേളിലേക്ക് ഒക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത് കാണാനും ഒരു ഭംഗിയുണ്ട്, വെക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒരു വ്യത്യാസങ്ങളൊക്കെ വണ്ടിക്കകത്ത് വരുത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. TVS അങ്ങനെയാണ്, ഓരോ അപ്ഡേഷനിലും നല്ല നല്ല ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ ഇരിക്കും കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു 3 വാൽവ് സിംഗിൾ സിലിണ്ടർ O3C ടെക് വരുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തേക്കുന്നത്. അതായത് 149.7 cc ആണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. മാക്സിമം പവർ 7000 RPM-ൽ 13.2 PS പവറാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാക്സിമം ടോർക്ക് നോക്കുവാണെങ്കിൽ 5500 RPM-ൽ 14.2 Nm ആണ് ടോർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് കമ്പനി അവകാശപ്പെടുന്നത് 104 km ആണ്. യൂസർ റിവ്യൂ കിട്ടിയിരിക്കുന്നത് 120 km ആട്ടോ. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.8 ലിറ്ററാണ്. നല്ലോണമൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 km മൈലേജൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒപ്പിച്ചെടുക്കുമെന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? ടോപ്പ് എൻഡ് മോഡലിന് 149, അതിൻ്റെ താഴത്തൊരു വേരിയൻ്റ് കൂടി ഉണ്ട്, അതിന് 139 ആണ്. ഇനി ബാക്കി എന്തെങ്കിലും വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് നോക്കുക. പിന്നെ നമുക്ക് വണ്ടി തന്നേക്കുന്നത് നമ്മുടെ പൂച്ചാക്കലുള്ള ടോപ്പ് ഹാവൻ TVS ആണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ വടക്കുവശത്താണ്. താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ എന്തായാലും വണ്ടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഓക്കെ, ബൈ.